ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടായേക്കാം, അത് അത്തരം പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് കുറച്ചൊരു അവയർനെസ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സോ കീമോ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാൻസർ സെല്ലിന് കില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നോർമൽ സെൽസിനെ കൂടെ ഈ കീമോ മെഡിസിൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് അവരുടെ കൗണ്ട് വളരെ കുറയാനും അതുവഴി പ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടിയേക്കാം. സോ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കീമോ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണെങ്കിൽ വിസിറ്റേഴ്സ് ആരും വരരുതെന്ന് തീർത്ത് പറയുക, ആരും കാണാൻ വരരുതെന്ന് തന്നെ പറയുക. അതേപോലെ ഒത്തിരി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളൊന്നും പോവാതിരിക്കുക. എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മാക്സിമം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ മാക്സിമം മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് തീർത്തും നിങ്ങൾ വീടിനുള്ളിൽ തന്നെ നിൽക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫീവറൊക്കെ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ട്, അതായത് 100ന് മേലെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് അവിടെയോ പോയി കാണിക്കാൻ ശ്രദ്ധിക്കുക. അവർ പറയുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടർ ഓർഡർ ഇല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡ്രഗ്സ്, അതായത് മെഡിസിൻസ് എടുക്കരുത്. അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ, പേഷ്യൻസിന് വോമിറ്റിംഗ് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വായിൽ വെക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പേഷ്യൻസ് ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ഫുഡ് ഒരു അടിക്ക് കഴിക്കാതെ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭക്ഷണം, ആ രീതി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് കഴിക്കാൻ ശ്രമിക്കാം. പിന്നെയെന്ന് വെച്ചാൽ, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയണം. അതേപോലെ തന്നെ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ്, അതേപോലെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൂസ് മോഷൻ പോലെയുള്ള കാര്യങ്ങൾ വരാനും സാധ്യത വളരെ കൂടുതലാണ്. സോ ആ സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ അത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക. ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. അതേപോലെ പേഷ്യൻസിന് ഹെയർ ഫോൾ സാധ്യത വളരെ കൂടുതലാണ്. അധിക പേഷ്യൻസിനും ഹെയർ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും പോയ മുടി തിരിച്ചു വരില്ല എന്നല്ല, കാരണം ഇത് താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ കീമോയുടെ സൈക്കിൾ ഇത്ര കോഴ്സ് കഴിഞ്ഞാൽ അത് തീർച്ചയായും നിങ്ങളുടെ പോയ മുടിയൊക്കെ തിരിച്ചു വരും. അത് നിങ്ങളധികം മനസ്സിലാക്കണം. അതേപോലെ തന്നെ പേഷ്യൻസിന് മൗത്ത് അൾസർ, വായിൽ പുണ്ണൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ മാക്സിമം വായ വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ തട്ടി ചിലപ്പം ബ്ലീഡായി അധികം ബ്ലഡ് വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ചിലപ്പം പ്ലേറ്റ്ലെറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക.